നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എഡ്ടെക് സ്ഥാപനമായ ബൈജൂസിന്റെ സ്ഥാപകനും സിഇഒയുമായ ബൈജു രവീന്ദ്രൻ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നത് വിലക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. ബൈജു സ്ഥാപകൻ ബൈജു രവീന്ദ്രനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷനോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടെന്ന് റിപ്പോർട്ടുകൾ. നിലവിൽ കടുത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ബൈജുവിനെ സംബന്ധിച്ചിടത്തോളം കനത്ത വെല്ലുവിളിയാണ് ഇഡി നീക്കം. എക്കണോമിക്സ് ടൈംസ് ആണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയത്. ഫെബ്രുവരി ആദ്യ ആഴ്ചയിലാണ് ഇഡി ബ്യൂറോ ഓഫ് ഇമിഗ്രേഷനെ സമീപിച്ചത്. ഇതിൽ ഉടൻ തീരുമാനം വരും. 1.5 വർഷത്തോളം മുൻപ് ബൈജു രവീന്ദ്രനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇഡിയുടെ കൊച്ചി ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ലുക്കൌട്ട് നോട്ടീസ്. ഇത് പ്രകാരം വ്യക്തിയുടെ വിദേശയാത്ര പരിപാടികൾ അന്വേഷണ ഏജൻസികൾക്ക് അറിയാനാകും. എന്നാൽ വിദേശയാത്ര നടത്തുന്നതിൽ നിന്നും ഒരാളെ തടയാനാവില്ല. ബൈജു രവീന്ദ്രൻ വിദേശത്തേക്ക് പോകുന്നത് തടയണമെന്നാവശ്യപ്പെട്ടാണ് അന്ന് പുറത്തിറക്കിയ ലുക്കൌട്ട് നോട്ടീസിൽ ഭേദഗതി വരുത്തണമെന്ന് ഇഡിയുടെ പുതിയ ആവശ്യം. ഇതോടെ ബൈജു രവീന്ദ്രൻ അറസ്റ്റിലാകാനുള്ള സാധ്യത കൂടുകയാണ്. വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ ഇഡി അന്വേഷണം പുരോഗമിക്കുന്നത്. ബൈജു രവീന്ദ്രൻ ദുബായിലാണ് ഉള്ളതെന്നാണ് വിവരം. നാളെ അദ്ദേഹം സിംഗപ്പൂരിലേക്ക് പോകുമെന്നാണ് സൂചന. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുകയാണെങ്കിൽ ദുബായിൽ നിന്ന് നേരിട്ട് അദ്ദേഹത്തിന് സിംഗപ്പൂരിലേക്ക് പോകാനാവില്ല. തിരിച്ച് ഇന്ത്യയിലെത്തിയതിനു ശേഷം മാത്രമേ തുടർ യാത്രകൾ നടത്താനാവൂ എന്നാണ് വിലയിരുത്തൽ. 2023 നവംബറിൽ ബൈജുവിന്റെ മാതൃകമ്പനിയായ തിങ്ക് ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡിന് ഇഡി നോട്ടീസ് അയച്ചിരുന്നു. 9362.35 കോടി രൂപയുടെ ഫെമ നിയമലംഘനമുണ്ടെന്നും കാണിച്ചായിരുന്നു നോട്ടീസ് അയച്ചത്. ഇതിലാണ് അന്വേഷണം തുടരുന്നത്. ബൈജൂസിലെ നിക്ഷേപകരുടെ താൽപര്യാർത്ഥമാണ് പുതിയ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാൻ ഇഡി ശ്രമിക്കുന്നത്. അദ്ദേഹം വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയാൽ പിന്നീട് രാജ്യം വിടാൻ പ്രയാസമായിരിക്കുമെന്നാണ് ഇഡിയുടെ നീക്കങ്ങളിലൂടെ വ്യക്തമാകുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ബൈജൂസിന്റെ ഓഫീസുകളിലും മറ്റും ഇഡി റെയ്ഡും നടത്തിയിരുന്നു. വിദേശ പണമിടപാടുകൾ സംബന്ധിച്ച രേഖകൾ സമർപ്പിക്കാൻ ബൈജൂസിന് സാധിച്ചിട്ടില്ലെന്നും ഇഡി ചൂണ്ടിക്കാട്ടിയിരുന്നു. കണ്ണൂരിൽ നിന്ന് ബൈജൂസ് എന്ന പഠന ആപ്പുമായി വിപ്ലവം തീർത്ത മലയാളിയാണ് ബൈജു രവീന്ദ്രൻ. കോവിഡ് ശേഷം വലിയ പ്രതിസന്ധിയിലേക്ക് കമ്പനി കൂപ്പുകുത്തുകയായിരുന്നു. ഇതാണ് ഇഡി കേസിലേക്ക് മറ്റു കാര്യങ്ങൾ എത്തിച്ചത്. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് ഇഡി ബൈജൂസിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 2011 മുതൽ 2023 വരെ ബൈജൂസ് ആപ്പിലേക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപമായി 28,000 കോടിയാണ് സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഇഡി നൽകുന്ന വിവരങ്ങൾ. ഇതേ കാലയളവിൽ വിവിധ വിദേശ സ്ഥാപനങ്ങളിൽ 9,754 കോടി രൂപ കമ്പനി നിക്ഷേപിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. വിദേശത്തേക്ക് അയച്ചതിൽ പരസ്യങ്ങൾക്കും പ്രചാരണങ്ങൾക്കും വേണ്ടി ചെലവഴിച്ച 944 കോടി രൂപയും ഉൾപ്പെടുന്നുണ്ട്. 2020-21 സാമ്പത്തിക വർഷം മുതൽ കൈവശം സൂക്ഷിക്കേണ്ട സാമ്പത്തിക രേഖകൾ കമ്പനി തയ്യാറാക്കിയിട്ടില്ലെന്നും നിയമപരമായി പാലിക്കേണ്ട അക്കൌണ്ട് ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ലെന്നും ഇഡി പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു.